ഹലോ നമസ്കാരം. അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ പഞ്ചായത്തിൻ്റെ ഒരു സ്കീമുണ്ട്. നമുക്ക് മുന്നത്തെ വർഷങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ ഗ്രോ ബാഗ്, പിന്നെ പച്ചക്കറിയുടെ തൈക്കൾ, അങ്ങനെ ഒരു സ്കീമുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഗ്രോ ബാഗിന് പകരം മൺചട്ടികളാണ് അവർ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ മൺചട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഒന്നും അല്ലാതെ നമുക്ക് കുറച്ചും കൂടെ പ്രകൃതിയോട് ഇണങ്ങി ചേരുന്ന എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽ, അങ്ങനെയാണ് അവർ ഉദ്ദേശിച്ചിട്ടാണ് നമ്മുടെ പഞ്ചായത്ത് നമ്മൾക്ക് ഈ മൺചട്ടികൾ ഇപ്രാവശ്യം തന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വേറെ കുറേ മുന്നത്തെ പഞ്ചായത്തുകളിലൊക്കെ കഴിഞ്ഞ വർഷം തൊട്ടേ ഇങ്ങനെ മൺചട്ടികളാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് നമുക്ക് ഗ്രോ ബാഗുകളാണ്. ആദ്യം ഒരു വൈറ്റിഷ് ഒരു കളറിലുള്ള ഗ്രോ ബാഗായിരുന്നു. പിന്നെ അത് മോശമായിരുന്നു. ആക്ച്വലി ഒരു പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോഴേക്കും അത് നശിച്ചു പോകുന്നുണ്ടായിരുന്നു. പിറ്റത്തെ പ്രാവശ്യം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഗ്രീൻ ഗ്രോ ബാഗ് ഉണ്ടല്ലോ, അത് നന്നായി എന്താ പറയുക, ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്രാവശ്യം അതിന് യാതൊരു കുഴപ്പമില്ല. അവിടെ ഇരിക്കേണ്ട ഞാൻ അതിലൊക്കെ ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നു, ആ കഴിഞ്ഞ വീഡിയോയിൽ കാണാം. ഇപ്പോഴും ആ സ്ഥലത്ത് അത് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വേറെ സ്ഥലം കണ്ടുപിടിക്കണം ഈ മൺചട്ടികൾ വയ്ക്കാൻ. പിന്നെ നമ്മളെ ടീമുകളുണ്ട്, നമ്മുടെ കോഴികളൊക്കെ നമ്മൾ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ ചെറിയ തൈക്കൾ വയ്ക്കുമ്പോൾ അവരൊന്നും വന്ന് അത് കൊത്തി തിന്നാതിരിക്കുകയും വേണം. അപ്പം അങ്ങനത്തെ ഒരു എന്താ പറയുക, ഭയങ്കരമായൊരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം നമുക്ക് കണ്ടുപിടിക്കണം. ഇപ്പോൾ തൽക്കാലത്തിന് ഞാൻ ഈ ഒരു ഏരിയയിൽ, കുറച്ച് വെയിൽ കിട്ടുന്ന ഏരിയയിലാവണം, എന്ന് വെച്ചാൽ കുറച്ച് ഷെയ്ഡും വേണം. പിന്നെ മഴ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി ഇപ്പോൾ തൽക്കാലത്തിന് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യാണ്. കാരണം ഇനിയും കൂടുതൽ ദിവസം, ഇപ്പോൾ കുറച്ച് ദിവസമായി ഇത് കിട്ടിയിട്ട്, ഇനിയും കുറച്ചും കൂടെ ദിവസം ഈ തൈക്കൾ വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ 16 ചട്ടികളുണ്ട്. പക്ഷേ ഈ 16 ചട്ടികൾ കൂടി ഒരു ചാക്ക് പോട്ടി മിക്സാണ് തന്നിരിക്കുന്നത്. അതിലെന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇത് നമ്മൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ചാക്കിലുള്ളത് 4 ചട്ടിയിലിടാനുള്ളതുള്ളൂ. കൂടി വന്നാൽ ഒരു 6 നമുക്ക് ഇടാം. പക്ഷെ ബാക്കിയുള്ളതിലേക്കൊന്നും തികയില്ല ആക്ച്വലി. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്താ ചെയ്യണം പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണായിട്ട് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ കുറേ ചവറുകളുണ്ടല്ലോ, നോർമൽ പ്രൊസീജിയർ, എല്ലാവരും ചെയ്യുന്ന പ്രൊസീജിയർ തന്നെയാണ്, എപ്പോഴും ഇത് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആദ്യം ചട്ടിയുടെ അടിയിൽ നമ്മളുടെ കരിയിലകൾ ഇഷ്ടം പോലെ ഉണ്ട്. മഴ പെയ്യുന്നതിന് മുന്നേ നമുക്ക് നന്നായി കിട്ടും. അപ്പോൾ കരിയിലയൊക്കെ ഒക്കെ ഇട്ടതിന് ശേഷം നമ്മളുടെ ഈ പോട്ടി മിക്സും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. കാരണം പോട്ടി മിക്സ് കുറവായതുകൊണ്ട് അത് ഇട്ടതിന് ശേഷം നന്നായി അമർത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾക്ക് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ തൈകൾ നടാം. തൈകൾ നടുന്നതിന് മുന്നേ നമുക്ക് നമ്മളുടെ ഏറ്റവും ശ്രമകരമായ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഈ കോഴി കുഞ്ഞുങ്ങളുണ്ട്, പിന്നെ നമ്മളെ താറാവുണ്ട്, ലുലുകളുണ്ട്. ഇവരെല്ലാവരും അകത്ത് കയറിയതിന് ശേഷം മാത്രമാണ് നമുക്കിത് നടാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അത് ഞാൻ നട്ട് അങ്ങോട്ട് തിരിയുമ്പോഴേക്കും ഇവർ സെറ്റാക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാണ്. ഇവർ കൂട്ടി കയറി, അതായത് ഒരു 6-6:30 ആകുമ്പോഴാണ് ടീമുകൾ കൂട്ടി കയറുള്ളൂ, ഈ ഒന്ന് ഇരുട്ടായിന്ന് തോന്നുമ്പോൾ. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇവരിവിടെയൊക്കെ വന്ന് സൂപ്പർവൈസ് ചെയ്യേണ്ട ഓരോരുത്തർ മാറി. ഫസ്റ്റ് ബാച്ച് കോഴികൾ വന്നു, പിന്നെ താറാവുകൾ വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ മില്ലിയും സെൻറ്റിയും ഒക്കെ വന്ന് ഇവിടെ ഭയങ്കര കളിയാണ്. അവർക്കൊരു പുതിയൊരു സ്ഥലം കിട്ടിയപ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷം. പിന്നെ നമ്മളുടെ കാറ്റ്സ് ഗ്ലോ നന്നായി വലുതായി ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മഴ വരുമ്പോഴേക്കും ഒക്കെ ആകെ കാട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രിം ചെയ്യണം എന്ന് കുറേ ദിവസമായി വിചാരിക്കണം. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, കോഴികൾ അകത്ത് കയറുന്ന ഗ്യാപ്പിൽ അതൊക്കെ കട്ട് ചെയ്യാണ്. പിന്നെ അപ്പുറത്തെ സൈഡിലുണ്ട്, അത് അപ്പുറത്തെ വീട്ടുകാരാണ് ഇപ്പോൾ കട്ട് ചെയ്യണത്. പിന്നെന്താ, അപ്പോൾ അങ്ങനെ അവരെ കൂട്ടിൽ കയറി. അപ്പോൾ ഞാൻ ഈ തൈകളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ സാഫാണ്. കുറച്ച് ഫംഗിസൈഡ് ഇനിയിപ്പോൾ ഇതൊന്ന് നടുമ്പോൾ ഇവരുടെ പോട്ടി മിക്സിലേക്കാണല്ലോ നമ്മൾ നടണത്. അപ്പോൾ അതിലെന്തെങ്കിലും കുറച്ച് ദിവസം ഇരുന്നു, ഈ ചെടികളാണെങ്കിലും കുറച്ച് ദിവസം ഇരുന്നു. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് കുറച്ചൊരു ഫംഗിസൈഡൊക്കെ തെളിച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെല്ലാം നടുകയാണ് നമ്മളുടെ ചെടികൾ. ഇപ്പോൾ എന്തൊക്കെയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 16 ചട്ടിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് 16 തൈക്കളാണുള്ളത്. അപ്പോൾ ഒരു 4 മിളകുണ്ട്, സിറാ മിളകാണ്. പിന്നെയുള്ളത് വഴുതനയുണ്ട് ഒരു 4 എണ്ണം, പിന്നെ 4 വെണ്ട, പിന്നെ 4 തക്കാളി, അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ മിക്സാക്കി എല്ലാം നട്ടു വയ്ക്കുകയാണ്. പിന്നെ അതിൽ കുറച്ച് സാഫ് കുറച്ചും കൂടെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിക്കണം. കുറച്ചും കൂടെ, കാരണം എനിക്ക് ഇത്തിരി കൂടെ കട്ടി തോന്നി. അപ്പോൾ കുറച്ച് ഡൈല്യൂട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഒഴിച്ചതിന് ശേഷം നമ്മൾ തണലത്ത് വെക്കണം. കുറച്ച് തണൽ വേണം.
ഓക്കെ. അപ്പോൾ ഇപ്പോൾ വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലുള്ള സ്ഥലമാണിത്. പക്ഷേ ഇപ്പോൾ കുറച്ചൊരു മഴക്കാർ പോലെയായ കാരണം ഞാൻ പിന്നെ പുറത്തേക്ക് വെക്കില്ല. ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മൾക്ക് കോഴികളെ അഴിച്ചിടാനും പറ്റില്ല. ഇതിനൊരു സേഫായിട്ടുള്ളൊരു സ്ഥലം കണ്ടുപിടിക്കണം. അതുവരെ കോഴികളെ ഒന്നും അഴിച്ചിടാൻ പറ്റില്ല. സേഫായ സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് ഒരു എന്താ പറയുക, വല അങ്ങനെ കെട്ടണം. കാരണം കോഴി കുഞ്ഞുങ്ങളെ താറാവിനെയും അഴിച്ചിടാതിരിക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇവരെല്ലാവരും ഇപ്പോൾ കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ ഉഷാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എല്ലാവരും. അപ്പോൾ ഇനി ഇത് കുറച്ചൊന്ന് വലുതായി ഒന്ന് ഉഷാറായി വരുമ്പോൾ നമുക്ക് അടുത്ത പാട്ട് കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.